മായി റിലേറ്റ് ചെയ്യുന്ന അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആൾറെഡി 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. 2024 LKGയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐസെറ്റ് എക്സാം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. IAMA കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് ടെസ്റ്റാണ് ഐസെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നോക്കിയിട്ടുള്ളത് ആൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, തേർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തേർഡിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യനും ഇതിന് ശേഷമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങൾ കുട്ടികൾ കൂടെ ഇരുന്ന കുട്ടികൾക്കത് ഒന്നും കൂടി എഫക്റ്റീവായി മാറും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കൗണ്ട് ആൻഡ് മാച്ച്, ഇതാണ് 2024 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൗണ്ട് ആൻഡ് മാച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടാകും. കൗണ്ട് ആൻഡ് മാച്ച്, കൗണ്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ കൗണ്ട് ചെയ്തതിനനുസരിച്ച് അപ്പുറത്തെ സൈഡിലുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഒരുപാട് സ്റ്റാറുകളുണ്ടല്ലേ, സ്റ്റാറുകളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാറുകൾ കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാറുകൾ നമുക്കിവിടെ നോക്കല്ലേ. ഓക്കെ, വൺ, 2, 3, 4, 5, 6, 7, 8 8 സ്റ്റാറുകളുണ്ട് നമുക്ക് കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ 8 എന്ന നമ്പർ ഉണ്ടോ നോക്കാം. നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ 8ഉമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാനുണ്ടല്ലേ 8 ഇവിടെ 5, 7, 2, 8 കാണുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യാം, അത് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആപ്പിൾ നോക്കാം. എത്ര ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോക്കൂ. ആപ്പിൾ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5 5 ആപ്പിളുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആപ്പിൾ നമ്പറിൽ ഏതുണ്ട്, 5ഉമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ടെന്നീസ് ബോളാണ് കൊടുത്തിട്ടുള്ളത്. ടെന്നീസ് ബോൾ എത്ര ഉണ്ട് നോക്കാം. 1, 2, 3 3 ടെന്നീസ് ബോളുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3, 3 എന്ന നമ്പർ നമുക്കിതിലുണ്ടോ നോക്കാം. ഉണ്ടോ? ആ, കാണുന്നുണ്ട് അല്ലേ, ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ 3ഉമായിട്ട് എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ലോലിപോപ്സ് എത്ര ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7 ലോലിപോപ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 7 എന്ന നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ഇത് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് ഷൂ തന്നിട്ടുണ്ട്. ഷൂ എത്ര ഉണ്ട്? 1, 2. അപ്പോൾ ഷൂ എന്തുമായിട്ട് ചെയ്യുക, 2 എന്ന നമ്പറുമായിട്ട് മാച്ച് ചെയ്യാം. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് കേട്ടോ. അത് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് കൗണ്ട് ആൻഡ് മാച്ച്. ഈ കോളത്തിൽ തന്നിട്ടുള്ള സ്റ്റാറുകൾ, ആപ്പിള്, ടെന്നീസ് ബോള്, ലോലിപോപ്പ്, അതുപോലെ തന്നെ ഷൂ എന്നത് കൗണ്ട് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തെ സൈഡിൽ എത്ര എണ്ണ ആ നമ്പേഴ്സിൽ കൊടുത്തതിനുമായിട്ട് മാച്ചായി വരുന്നതുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടിക്ക് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസറുമായിട്ട് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ ടാളർ ട്രീ. ക്വസ്റ്റ്യൻ കണ്ട, ടാളർ ട്രീ അതായത് ഏറ്റവും നീണ്ടിട്ടുള്ള മരം ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 2 പിക്ചർ കാണുന്നുണ്ട്, 2 ട്രീകൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ടാളറായിട്ടുള്ള ട്രീ ഏതാണ് നമുക്ക് ടിക്കിടാൻ പറ്റുക, നിങ്ങൾ പറയൂ അല്ലേ. ഇതാണ് റൈറ്റ് ആൻസർ അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ കോൾഡ് വൺ. കോൾഡ് വൺ ആണ് ചോദിച്ചിട്ടുള്ളത്. കോൾഡ്, ഹോട്ട്, കോൾഡ് നിങ്ങൾക്കറിയാലോ. ചൂടായതുകൊണ്ട് തണുപ്പായതുകൊണ്ട് അതിൽ ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട് വരും, കോൾഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, തണുപ്പ് വരും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ 2 പിക്ചേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ 2 പിക്ചേഴ്സിൽ ഏറ്റവും തണുപ്പുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലായിട്ടുണ്ടാകും. ഒന്ന് ടീ ഓർ കോഫിയാണ്, രണ്ടാമത് ഐസ്ക്രീമാണ്. അപ്പോൾ ടീ കോഫി ചൂടാണ് ഉണ്ടാവുക തണുപ്പുണ്ടാവുക? നമുക്കറിയാം ചൂടാണ് ഉണ്ടാവുക അല്ലേ.
അപ്പോൾ നമുക്ക് ഇതിൽ ഏതായിരിക്കും ശരി? ഐസ്ക്രീമാണ് കോൾഡ് വൺ വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ കുട്ടികളുമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് കാണുമ്പോൾ അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ഒരു പ്രിപ്പറേഷൻസ് കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കൗണ്ട് ആൻഡ് കളർ അക്കോർഡിംഗ് ടു ദ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൗണ്ട് ആൻഡ് കളർ അക്കോർഡിംഗ് ടു നമ്പർ എന്താണ് പറഞ്ഞത്? താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുമായി രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബലൂൺസും ഉണ്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ്സും ഉണ്ട്. അപ്പോൾ ബലൂൺസും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിലും രണ്ടും നമ്മൾ കൗണ്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു നമ്പർ കൊടുക്കുക. നമ്പറിനനുസരിച്ച് അത് കളറും ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിക്ചർ കൗണ്ട് ചെയ്ത് നോക്കാം. നമ്പറിനനുസരിച്ചാണ് കൗണ്ട് ചെയ്യേണ്ടത്. എന്നിരുന്നാലും നമുക്ക് മൊത്തം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. എത്ര കൗണ്ട് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 അല്ലേ? 1 2 3 4 5 6 7. പക്ഷെ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 5 എണ്ണം കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? നമുക്ക് 5 എണ്ണം കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിൽ കളർ കൊടുക്കാം അല്ലേ? അതിൽ നമ്മളോട് എന്താ പറയുന്നത്? കളർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് കളർ ചെയ്യണം, ഇതിന് കളർ ചെയ്യുക, ഇതിന് കളർ ചെയ്യുക, ഇതിന് കളർ ചെയ്യുക, ഇതിന് കളർ ചെയ്യുക. അപ്പോൾ 4 5 എണ്ണം കളർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പിക്ചറിലേക്ക് നോക്കാം. കൗണ്ട് ആൻഡ് കളർ അക്കോർഡിംഗ് ടു ദ നമ്പർ. 10 എണ്ണം നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10 മതിയില്ലേ? പക്ഷെ നമുക്കിവിടെ എത്തുന്നുണ്ട് 1 2 3 4 5 ഒരു 5 എണ്ണം കൂടെ നമുക്കിവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എത്ര എണ്ണമാണ് ആവശ്യമുള്ളത്? നമുക്ക് 10 എണ്ണമാണ് ഇതിൽ ആവശ്യമുള്ളത്. അപ്പോൾ 10 എണ്ണം നമ്മൾ എന്ത് ചെയ്യാം? കളർ ചെയ്യാം. കൗണ്ട് ആൻഡ് കളർ എന്നാണ് പറഞ്ഞത്. 10 എണ്ണം കൗണ്ട് ചെയ്യുക, അതിനനുസരിച്ച് 10 എണ്ണം കളറും ചെയ്യുക. അപ്പോൾ നിങ്ങളിതിന് വ്യത്യസ്തമായുള്ള കളറുകൾ കൊടുക്കണം കേട്ടോ. ഞാൻ അതിൽ ജസ്റ്റ് കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. 6 7 8 9 10 ഇതിലൊക്കെ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? വ്യത്യസ്തത പുലർത്തണം കേട്ടോ കളറുകളിൽ. ഓക്കെ, നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്ത് വരുന്നുണ്ട്? മാച്ച് ദ പിക്ചേഴ്സ്. രണ്ട് സൈഡിലും കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിനെ പരസ്പരം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ രൂപത്തിലാണ് മാച്ച് ചെയ്യേണ്ടത് എന്ന് രണ്ട് പിക്ചേഴ്സ് നമ്മൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഫസ്റ്റ് കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട്, സെക്കൻഡും കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ? ആദ്യം ലേഡി ബേർഡ്, അതായത് ലേഡി ബഗ് അല്ലെങ്കിൽ ലേഡി ബേർഡ് എന്നൊക്കെ പറയാം. വണ്ട് കാണുന്നത്, ഒരു ചെറിയ തരം വണ്ട് ഉണ്ട്. പിന്നെ ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട്, മാംഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ക്രിക്കറ്റ് ബോൾ ഉണ്ട്, ഒരു ലയൺ ഫസ്റ്റ് ബോൾ, പിന്നെ ആപ്പിൾ, ടൈഗർ, ബാറ്റ്, സ്പൈഡർ, ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പിക്ചേഴ്സുമായി ഏതൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റിനെ കണ്ടപ്പോൾ ലേഡി ബഗും അല്ലെങ്കിൽ ലേഡി ബേർഡ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ വണ്ടാണല്ലോ ഇത്. ഈ ഒരു ഇൻസെക്റ്റാണ് നമുക്കറിയാം. ഇൻസെക്റ്റുമായി ഏതുമായിട്ട് അതിന് റിലേറ്റ് ഉണ്ടാവുക? സ്പൈഡർ. ഓക്കെ, സ്പൈഡർ ഇൻസെക്റ്റ് ആണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ആ പിക്ചർ കണക്ഷൻ വരിക. നെക്സ്റ്റ് ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട്. ലീഫ് ഇതിൽ ആപ്പിളുമായിട്ടാണോ, ടൈഗറുമായിട്ടാണോ, ബാറ്റുമായിട്ടാണോ, അല്ലെങ്കിൽ ട്രീയുമായിട്ടാണോ റിലേഷൻ ഉണ്ടായിരിക്കുക? നമുക്കറിയാം എന്തുമായിട്ടായിരിക്കും. ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീയുമായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു മാംഗോ കൊടുത്തിട്ടുണ്ട് അല്ലേ? മാംഗോ ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ മാംഗോ ഏത് വരും? ആപ്പിളുമായിട്ട് കണക്ഷൻ വരും. ക്രിക്കറ്റ് ബോളുണ്ട്, ക്രിക്കറ്റ് ബാറ്റുമായിട്ട്. ലയനാണെങ്കിൽ ടൈഗറുമായിട്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ PDF അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീണ്ടും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. കഴിഞ്ഞ് ഒരുപാട് 2-3-4 വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദയർ ഷാഡോസ്. നിങ്ങളുടെ കുട്ടികൾക്കാണ് ഇത് വരുന്നത്. മാച്ച് ദ പിക്ചേഴ്സ്. ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എയറോപ്ലെയിൻ ഉണ്ട്, ഒരു കൗ ഉണ്ട്, ഒരു പൈനാപ്പിൾ ഉണ്ട്, കാറുണ്ട്, പംകിൻ ഉണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്നിട്ടുള്ള ഷാഡോനെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും? ഓക്കെ, നമ്മൾ കണക്ഷൻ വരുന്നത് ഏതൊക്കെയായിരിക്കും വരിക? നിങ്ങൾ നോക്കൂ. ഓക്കെ, ഈ എയറോപ്ലെയിൻ്റെ ഷാഡോ കാണുന്നത് എവിടെയാണ്? ഇതുമായിട്ട് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം, കണക്ട് ചെയ്യാം. കൗ വരുന്നുണ്ട്, കൗ എവിടെയാണ് വരുന്നത്? കൗ ഇവിടെ വരുന്നുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യാം. പൈനാപ്പിൾ എവിടെയാണ് വരുന്നത്? നിങ്ങൾ നേരെ നോക്കണം, പൈനാപ്പിളുമായി കണക്ട് ചെയ്യാം.
കാർ എവിടെ വരുന്നത്, കാറ് ഇവിടെ വരുന്നുണ്ട്, പടമായി കണക്ട് ചെയ്യുക. പംകിൻ ഇവിടെ വരുന്നുണ്ട്, പംകിനുമായിട്ട് അതിൻ്റെ ഷാഡോയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്, പക്ഷേ LKG കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.